ഹലോ എവരി വൺ, ഇതാണ് ഉണ്ണിക്കുട്ടൻ. എന്നോട് ഹായ് പറഞ്ഞേ. ഇതെന്താണെന്ന് വെച്ചാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു പ്രസന്റ് മൂമെന്റിനെ കുറിച്ച്. ഇപ്പം ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ പ്രസന്റ് മൂമെന്റിലാണ്. പക്ഷേ വളരെ വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ ഈ പ്രസൻസ് ഉണ്ണിക്കുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഉണ്ണിക്കുട്ടൻ കള്ളം പറഞ്ഞു തുടങ്ങി. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ 4 വയസ്സായി. കഴിഞ്ഞ വർഷം ഒരു 3 വയസ്സുള്ള സമയത്തൊന്നും അങ്ങനെ പറയത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ കട്ടൻ ഇവനെന്തോ വെള്ളമൊഴിച്ച് നനയുകയാണ് ചെയ്തു. അപ്പം എൽസ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ഇവൻ പറയാം എൽസയോട്, പപ്പായോട് പറയരുതെന്ന്. ഞാൻ വഴക്ക് പറയുന്നത് വിചാരിച്ചാണ് ഇവൻ പറയുന്നത്. അപ്പൊ അവിടെ ഇവനത് പഠിച്ചു അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ഞാനിങ്ങനെ ഇവന്റെ പുറകെ നിൽപ്പുണ്ട്. ഞാൻ എടാ ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചപ്പോഴത്തെ ഇവനിങ്ങനെ നോക്കുക. ഞാൻ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചാണ് ഇവന് എൽസയോട് പറഞ്ഞത്. അപ്പൊ അതെന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഒരു കുഞ്ഞ് വലുതാകുന്നതനുസരിച്ച് അത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. അത് വഴക്ക് പറയും, എന്തോ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കള്ളം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ പ്രസൻസ് എന്ന് പറഞ്ഞാല് അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല. അവിടെ നമുക്കാരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. അവിടെ തെറ്റായിട്ടൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം പ്രസൻസിൽ നമ്മൾ വെറുതെ ജീവിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേട്ടാ, അവിടെ നോക്കി. പ്രസൻസിൽ വെറുതെ ജീവിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് വേറെ കള്ളത്തരം പറയും, അങ്ങനെ വേറെ ഒരു കാര്യം ഇല്ല അവിടെ യഥാർത്ഥത്തിൽ. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ പ്രസൻസ് മൈന്യൂട്ടാ, ആറ്റോമിക്കാ. അപ്പൊ കുഞ്ഞുങ്ങള് അവര് ജനിക്കുമ്പോഴത്തെ പ്രസൻസിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര നിഷ്കളങ്കത ഉണ്ടാകുന്നത്. പിന്നെ ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വളർന്നു വരുന്ന അനുസരിച്ചാണ് അവരുടെ ഈഗോ ഫോം ചെയ്യും, ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ ഈഗോ കാണത്തില്ല. അപ്പൊ നിങ്ങള് കുഞ്ഞുങ്ങളെ നോക്കുക. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ഈഗോ ഇല്ലാത്ത ഒരു മുഖം. അത് നമുക്ക് അങ്ങനെ ആയിരുന്നു. ഞാനും ഈ ഉണ്ണിക്കുട്ടനെ പോലെ കുഞ്ഞിലെ ഇതുപോലെ തന്നെ ആയിരുന്നു. അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആണെന്ന് നമുക്കറിയാം. ഇനി ഇവനെ പോലെ ആ ഇന്നസെന്റ് ആയി മാറുക എന്നുള്ളതാണ്. അത് ബോധപൂർവം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കത് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചുകൊണ്ടൊന്നും ആകത്തില്ല, അല്ലെ എൻ്റെ വീഡിയോ കൊണ്ടുകൊണ്ടൊന്നും അതാകത്തില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്, പവർ ഓഫ് നൗ പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ.